പ്രിയമുള്ളവരെ, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെയും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ രാപകലുകളില്ലാതെ കഷ്ടപ്പെടുന്നവരെയും തന്റെ വേദനകളും കഷ്ടപ്പാടുകളും ഉള്ളിലൊതുക്കി കാലം കഴിക്കുന്നവരെയും സംരക്ഷണ കവചമൊരുക്കി തങ്ങളിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ മാതൃക തീർത്ത് ഭാവി തലമുറയുടെ ഭാവി ഭാസ്വരമാക്കി ചരിത്രം സൃഷ്ടിക്കുന്ന അടിമാലി മന്നാങ്കാല അഖ്സ ഇസ്ലാമിക് അക്കാദമി. അറിവിൻ നിലാവായി, അറിവിൻ നിറബഹറായി അതിശോഭിത ജീവിതം വാർത്ത സൃഷ്ടിസ്ഥിതി സംഹാരകനും സർവാധിപനും സർവേശ്വരനുമായ ജഗന്നിയന്താവായ പടച്ചിറപ്പിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ അതിനൊരു മാതൃകയാണ്. അനാവഖാഫിലുൽ യതീമി ഹാക്കദാ വഹാക്കദാ, അനാഥകളെയും യതീമക്കളെയും സംരക്ഷിക്കുന്നവനും ഞാനും ഇപ്രകാരമാണെന്ന് കൈവിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകന്റെ പ്രഖ്യാപനം അടിമാലി മന്നാങ്കാല അഖ്സ ഇസ്ലാമിക് അക്കാദമി ഏറ്റെടുക്കുകയാണ്. കരഘോഷമതാകെ പ്രഭയാകെ ചൊരിഞ്ഞുലകാകെ വിരിഞ്ഞിവിടാഗതമായി കുളിരായി നിറഞ്ഞൊരു പുഞ്ചിരിയാലെ റസൂലണവായി തിരുവാഴ്ത്തുകളാലേ കരഘോഷമതാകെ പ്രഭയാകെ ചൊരിഞ്ഞുലകാകെ വിരിഞ്ഞിവിടാഗതമായി കുളിരായി നിറഞ്ഞൊരു പുഞ്ചിരിയാലെ റസൂലണവായി സ്നേഹാർദ്രമായി തിങ്കൾ നബി സൗഹാർദ്ദമായാറ്റൽ നിധി. സൃഷ്ടാവായ അള്ളാഹു നമുക്ക് നൽകിയ വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ് സന്താനങ്ങൾ. അവരുടെ നല്ല നാളേക്കായി പ്രതീക്ഷയർപ്പിച്ച് കഴിയുന്നവരാണ് രക്ഷിതാക്കൾ. മേന്മയേറിയ ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം നൽകി വിവാഹപ്രായമെത്തിയാൽ അനുയോജ്യരായ ഇണകളെ കണ്ടെത്തി നല്ലൊരു ജീവിതം അവർക്കായി നൽകുവാൻ പ്രാർത്ഥനയോടെ കഴിയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് നമുക്കിടയിൽ. എന്നാൽ സാമ്പത്തിക പരാധീനതകൾ കാരണമായോ പടർന്നു പന്തലിക്കുന്ന മാരക രോഗങ്ങൾ കാരണമായോ നീറുന്ന മനസ്സുമായി തങ്ങളുടെ ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന രക്ഷിതാക്കളും സർവ്വപ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിറ കണ്ണുകളുമായി ജീവിതം തള്ളി നിൽക്കുന്ന പെൺമക്കളും നമ്മൾക്കിടയിലുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് നിർധനരും അനാഥരുമായി കഴിയുന്ന കുടുംബങ്ങളിലെ 2 പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കുകയാണ് അടിമാലി മന്നാങ്കാല അഖ്സ ഇസ്ലാമിക് അക്കാദമി. നാളിതുവരെ അഖ്സയുടെ കീഴിൽ പരിശുദ്ധ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിച്ചവരും അഖ്സ നേതൃത്വം നൽകുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗമായിട്ടുള്ള നിരവധി സഹോദരി സഹോദരന്മാരുടെ മനസ്സറിഞ്ഞ സഹായം കൂടിയായപ്പോൾ ഇതൊരു ചരിത്ര സംഭവമാവുകയാണ്. സൽക്കരിക്കാൻ മോഹം ചേർന്നിരിക്കാൻ ദാഹം സൽക്കരിക്കാൻ മോഹം ചേർന്നിരിക്കാൻ ദാഹം ഓമലാം കസ്വ നീയോടിയെത്തിയ കേദാര തീരം അൻസാരികേഹം. പ്രിയമുള്ളവരെ, 2024 ഓഗസ്റ്റ് 25 ഞായർ രാവിലെ 11 മണി മുതൽ അടിമാലി അഖ്സ ക്യാമ്പസിൽ നടക്കുന്ന സമ്മേളനത്തിൽ അഖ്സ ഇസ്ലാമിക് അക്കാദമിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ താങ്ങും തണലുമായി നിന്ന മർഹൂം കമ്മല അലി സാഹിബ് നഗറിൽ പ്രമുഖ പണ്ഡിതരും സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുന്ന മഹത്തായ സമ്മേളനത്തിൽ വച്ച് കൊടപ്പനക്കൽ തറവാട്ടിലെ സൂര്യ തേജസ് പാണക്കാട് സയ്യിദ് ഷഹീർ അലി ശിഹാബ് തങ്ങൾ നിക്കാഹിന് കാർമ്മികത്വം വഹിക്കുന്നു. തുടർന്ന് പ്രഭാഷണ വേദികളിൽ വേറിട്ട ശൈലി കൊണ്ട് വിശ്വാസ ഹൃദയങ്ങളിൽ നിറസാന്നിധ്യമായ പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ മുനീർ ഹുദബി വിളയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു.
ജഗന്നിയന്താവായ പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഈ വേദിയിൽ സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ, ഷെയ്ഖുന പാനിപ്പറ ഖാലിദ് ഉസ്താദ്, ഷെയ്ഖുന ഹസൻ ഫൈസി, ഷെയ്ഖുന CA മൂസ മൗലവി, അടിമാലി ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് ഷരീഫ് അർഷദി, അക്സ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ നിസാർ ബാക്കവി അടിമാലി, അക്സ ഇസ്ലാമിക് അക്കാദമി ജനറൽ സെക്രട്ടറി നൗഫൽ ബാക്കവി അടിമാലി, അക്സ ഇസ്ലാമിക് അക്കാദമി ട്രഷറർ നിസാർ പെരിങ്ങാട്ട്, അക്സ ഹജ്ജ് ഉംറ ചാരിറ്റി കോർഡിനേറ്റർ ഷമീർ അമാനി തൊടുപുഴ തുടങ്ങി മഹത് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. ചരിത്ര മുഹൂർത്തങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന ഈ അനുഗ്രഹീത സമ്മേളനത്തിലേക്ക് ഇന്നാട്ടിലെ നല്ലവരായ മുഴുവൻ ദീനി സ്നേഹികളെയും അടിമാലി മന്നാങ്കാല അക്സ ഇസ്ലാമിക് അക്കാദമിയിൽ പ്രത്യേകം സജ്ജമാക്കിയ മർഹൂം കമ്മല അലി സാഹിബ് നഗരിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മരുമണ്ണിൽ കുളിർമഴയായി തിരുത്വാഹ നബി വരവായി, മരുമണ്ണിൽ കുളിർമഴയായി തിരുത്വാഹ നബി വരവായി. അമ്പരത്തിൻ അമ്പിളി പോലെ ചെമ്പകപ്പൂ ചെണ്ടിൻ ചേലെ